അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിൽ ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്, പുതിയതായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടർ ആരാണ്, എല്ലാം നമുക്ക് നോക്കാം. ഇവിടെ ഇനിയിപ്പോൾ കാവേരിയെ സഹായിക്കാനും സപ്പോർട്ട് ചെയ്യാനും ഒക്കെ ആയിട്ട് പുതിയൊരു ക്യാരക്ടർ വരുന്നുണ്ട്. ചാരുലത എന്ന് പേരുള്ള ഒരു ഇൻസ്പെക്ടർ ആണ് കേട്ടോ. അത് വേറെ ആരുമല്ല, നമ്മുടെ നിവിൻ്റെ ഫ്രണ്ടാണ്. പക്ഷെ അത് കാവേരിക്ക് അറിയില്ല. അങ്ങനെ നിവിനുമായിട്ടുള്ള ആ റിലേഷന്റെ പേരിൽ കാവേരിയെ ഈ ഇൻസ്പെക്ടർ ഒന്നുകൂടെ എക്സ്ട്രാ ഹെൽപ്പ് ചെയ്യാൻ പോവാണ്. അപ്പം എന്താ സംഭവിക്കുന്നത് നോക്കുമ്പോൾ ഇപ്പോൾ കാവേരിക്ക് അച്ഛൻ്റെ പഴയ ഒരു ഫോൺ കിട്ടിയല്ലോ, അതിൽ തപ്പിത്തെരഞ്ഞ് കാവേരി കുറേ കോൾ റെക്കോർഡിങ്സ് ഒക്കെ കണ്ടുപിടിക്കുന്നുണ്ട്. അച്ഛനും ജയപാലനും തമ്മിൽ സംസാരിച്ച ആ ഫോൺ കോൾസിന്റെ ഒക്കെ റെക്കോർഡിങ്സ് ആണ്. അച്ഛൻ ജയപാലൻ അയച്ച പണത്തെക്കുറിച്ചും അതൊക്കെ എന്തിനാണ് ആ പണമൊക്കെ അയച്ചത് എന്നുള്ളതിനെ കുറിച്ചൊക്കെയുള്ള സകല കാര്യങ്ങളും ഇവർ തമ്മിൽ സംസാരിച്ചതിന്റെ റെക്കോർഡിങ്സ് ആണ് ആ ഫോണിലുള്ളത്. അവസാനം കാവേരിയെ സഹായിക്കാൻ തെളിവുകളുമായിട്ട് അച്ഛൻ തന്നെ വന്നിരിക്കുകയാണ്. അങ്ങനെ ഈ തെളിവുകളെല്ലാം കണ്ടുപിടിച്ച ശേഷം കാവേരി ഒന്നും ആലോചിക്കാതെ നേരെ ആ ഫോണും എടുത്തുകൊണ്ട് പോലീസ് സ്റ്റേഷനിലേക്ക് പോവാണ്. അങ്ങനെ അവിടെ പോയി സബ് ഇൻസ്പെക്ടറെ കണ്ട് സംസാരിക്കുകയാണ്. അന്ന് ഞാൻ ഈ കാര്യം പറഞ്ഞ് ഇവിടെ വന്നപ്പോൾ തെളിവുകളില്ലല്ലോ, സാക്ഷികളില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് എന്നെ തിരിച്ചയച്ചതല്ലേ സാറ്. ഇപ്പം ഞാൻ തെളിവുകളുമായിട്ടാണ് വന്നിരിക്കുന്നത്, എൻ്റെ കയ്യിൽ തെളിവുകളൊക്കെ ഉണ്ട്, കേസ് എടുത്തേ പറ്റൂ സാർ എന്നും പറഞ്ഞ് കാവേരി നിർബന്ധിച്ച് പറയുമ്പോൾ ഒരു വിധത്തിലും സബ് ഇൻസ്പെക്ടർ കേസ് എടുക്കാൻ തയ്യാറാവുന്നില്ല. ജയപാലൻ്റെ സ്വന്തം ആളാണല്ലോ ഇയാൾ. അപ്പോൾ അത് പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കാതെ എണീറ്റ് പോകണം എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സബ് ഇൻസ്പെക്ടർ. അപ്പോൾ കാവേരി കേസ് എടുക്കാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല എന്നും പറഞ്ഞ് ആ സബ് ഇൻസ്പെക്ടറുടെ മുമ്പിൽ തന്നെ അവിടെ എന്നെ ഇരുന്ന് സമരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഈ ബഹളങ്ങളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഇൻസ്പെക്ടർ ചാരുലത കയറി വരുന്നത് കേട്ടോ. അങ്ങനെ എന്താ ഇവിടെ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ കാവേരി ഇൻസ്പെക്ടറെ കണ്ട് എല്ലാം പറയുന്നുണ്ട്. ഇതൊക്കെയാണ് കാര്യങ്ങളെന്ന് പറയുമ്പോൾ കാവേരിയും കാവേരിയുടെ കേസൊക്കെ ജെനുവിൻ ആണെന്ന് ഈ ഇൻസ്പെക്ടർക്ക് ബോധ്യമാവുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇൻസ്പെക്ടർ ഉടനെ ജയപാലനെ വിളിച്ചു വരുത്തുന്നു. ജയപാലൻ മോള് രാഗിണിയുമായിട്ടാണ് പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നത്. കാവേരിയുടെ മുമ്പിൽ വെച്ച് ഇൻസ്പെക്ടർ ജയപാലനോട് കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണ്. ഈ കുട്ടി പറയുന്നത് ഇതൊക്കെയാണ്, ഇതൊക്കെ സത്യമാണോ, ഇതൊക്കെ ശരിയാണോ ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയപാലൻ ഇങ്ങനെ ഒരു പുച്ഛ പാവത്തിൽ മറുപടി പറയാണ് കേട്ടോ. എൻ്റെ മാഡം, ഇവളുടെ അച്ഛൻ ഗൾഫിൽ പോയി വല്ലതും സമ്പാദിച്ചിട്ടുണ്ടോ, അതോ സമ്പാദിച്ച പണം അവിടെ നിന്ന് തന്നെ തൂർത്തടിച്ച് കളഞ്ഞോ എന്നൊന്നും എനിക്കറിയില്ല. അയാളുടെ ആത്മാർത്ഥ സുഹൃത്താണെന്ന് പറഞ്ഞ് അയാളുടെ കൂടെ നടന്നു എന്നൊരു തെറ്റ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. അതിൻ്റെ പേരിലാണ് ഇപ്പോഴും ഞാൻ ഇത്രയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത്. അയാൾ ഗൾഫിൽ നിന്ന് എനിക്ക് അത്ര വലിയ എമൗണ്ട് ഒന്നും അയച്ചിട്ടില്ല. പിന്നെ സുഹൃത്തിൻ്റെ കുടുംബമായി പോയില്ലേ എന്ന് വിചാരിച്ചിട്ട് അയാൾ അയച്ചു തന്ന എമൗണ്ടിൻ്റെ കൂടെ ഞാൻ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പണം ചേർത്തിയിട്ടാണ് ഇവളുടെ കുടുംബത്തേക്ക് ചെലവിന് കൊടുത്തുകൊണ്ടിരുന്നത്. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ ഇവർക്ക് വേണ്ടി മുടക്കിയിട്ടേ ഉള്ളൂ, അല്ലാതെ ഇവളുടെ അച്ഛൻ അയച്ച പണമൊന്നും ഞാൻ എൻ്റെ കയ്യിൽ സൂക്ഷിച്ച് വെച്ചിട്ടില്ല. അതിന് മാത്രമുള്ള പണമൊന്നും അയാൾ എനിക്ക് അയച്ചു തന്നിട്ടുമില്ല എന്നൊക്കെ വ്യക്തമായിട്ട് പറയുമ്പോൾ കാവേരിക്ക് ഇങ്ങനെ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ പച്ച കള്ളമാണ് മാഡം ഇയാൾ പറയുന്നത്. ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പേ എൻ്റെ അച്ഛൻ ഗൾഫിൽ പോയതാണ്. അപ്പം മുതൽ ഇപ്പം വരെയും ഇത്രയും വർഷങ്ങളായിട്ട് എൻ്റെ അച്ഛൻ ഇയാൾക്ക് അയച്ചു കൊടുത്ത പണത്തിൻ്റെ കണക്കുകൾ ഉണ്ടെങ്കിൽ അത് കോടികൾ ഉണ്ടാവും മാഡം. ആ കണക്കുകളെല്ലാം എൻ്റെ അച്ഛൻ കൃത്യമായിട്ട് ഒരു ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. മാത്രമല്ല പണം അയക്കുന്നതിനെ കുറിച്ചും അതിൻ്റെ ആവശ്യങ്ങളെ കുറിച്ചൊക്കെ ഇയാളും എൻ്റെ അച്ഛനും തമ്മിൽ ഫോണിൽ സംസാരിച്ചിട്ടുണ്ട്. അതെല്ലാം എൻ്റെ അച്ഛൻ്റെ പഴയ ഫോണിൽ റെക്കോർഡായിട്ടുണ്ട്. ആ ഫോണുമായിട്ടാണ് മാഡം ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ കയ്യിൽ എൻ്റെ അച്ഛൻ്റെ ഡയറിയും ഉണ്ട്, ആ ഫോണും ഉണ്ട്. അത് നോക്കിയാൽ എല്ലാം വ്യക്തമായിട്ട് മനസ്സിലാവും മാഡം എന്നൊക്കെ പറയുമ്പോൾ ഈ മാഡം പറയാണ്, ആഹാ അത്രയും വലിയ തെളിവുകളൊക്കെ കാവേരിയുടെ കയ്യിലുണ്ടോ, എന്നിട്ടാണോ അത് തരാതിരിക്കുന്നത്, ആ ഫോൺ തന്നെ നോക്കട്ടെ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ കാവേരി ഒരു മിനിറ്റ് മാഡം ഞാൻ എടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവാണ്. പുറത്ത് പാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന കാവേരിയുടെ സ്കൂട്ടറിൽ നിന്ന് ആ ഫോൺ എടുക്കാൻ പോവാണ് കേട്ടോ. അങ്ങനെ പുറത്ത് പോയി ആ സ്കൂട്ടറിൽ നിന്ന് ഹാൻഡ് ബാഗ് എടുത്ത് ഹാൻഡ് ബാഗിനകത്ത് തിരഞ്ഞു നോക്കുമ്പോൾ ഫോണും ഡയറിയും ഒന്നും കാണുന്നില്ല. അങ്ങനെ കാവേരി ഫോൺ എവിടെ എന്നും പറഞ്ഞ് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോൾ അപ്പുറത്ത് ജയപാലനും മോളും നിന്നിങ്ങനെ ചിരിക്കുകയാണ് കേട്ടോ പുച്ഛത്തിൽ. എന്താ മോളെ ഫോൺ കാണാനില്ലേ, ഫോണുണ്ട്, ഡയറി ഉണ്ട്, തെളിവുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഓരോ കള്ളക്കഥ ഉണ്ടാക്കി പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞാലേ അവർ പിടിച്ച് അകത്തിടും. പോലീസുകാരെന്താ പണിയില്ലാതെ ഇരിക്കാമെന്ന് വിചാരിച്ചോ എന്നൊക്കെ പറഞ്ഞു വലിയ അഹങ്കാരത്തിൽ ഇങ്ങനെ ഡയലോഗൊക്കെ പറയുമ്പോൾ കാവേരിക്ക് ആകെ സങ്കടം വരികയാണ്. അങ്ങനെ കാവേരി നേരെ അകത്ത് പോയി ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, മാഡം എൻ്റെ കയ്യിലുണ്ടായിരുന്ന തെളിവുകൾ ആരും അടിച്ചു മാറ്റി, ഇപ്പം അത് കാണുന്നില്ല. ഇയാൾ തന്നെയായിരിക്കും അത് ചെയ്തത്, എനിക്ക് ഉറപ്പാണ്. പക്ഷേ ആ തെളിവുകൾ മാത്രമല്ല മാഡം, എൻ്റെ കയ്യിൽ വേറെ 2 സാക്ഷികളും ഉണ്ട്. 2 പേരെ കൊണ്ട് ഞാൻ ഇയാൾക്കെതിരെ സാക്ഷി പറയിക്കും. മാഡം എൻ്റെ കൂടെ ഒന്ന് വരണം എന്ന് കാവേരി പറയുമ്പോൾ, ആഹാ സാക്ഷികളും ഉണ്ടോ, എന്നാൽ പിന്നെ അവരോട് ചോദിക്കാം, ഞാൻ വരാം കാവേരി എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ അച്ഛൻ്റെ തോട്ടത്തിലേക്ക്, ജയപാലൻ പറ്റിച്ച് വാങ്ങിച്ച ആ തോട്ടത്തിലേക്ക് ഇൻസ്പെക്ടറെയും കൂട്ടി കാവേരി പോവാണ് കേട്ടോ. അങ്ങനെ അവിടെ പോയി കാവേരി ഇൻസ്പെക്ടറോട് പറയാണ്, സാക്ഷികൾ ഇപ്പോൾ വരും മാഡം, ഒന്ന് വെയിറ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. ജയപാലൻ ഇങ്ങനെ വരുന്നുണ്ട്, സമയം മെനക്കെടുത്താൻ എന്നൊക്കെ പറഞ്ഞ് വരികയാണ് ജയപാൽ. പക്ഷെ കുറേ നേരം വെയിറ്റ് ചെയ്തിട്ടും സാക്ഷികളെ ഒന്നും കാണാനില്ല. കാവേരി ഉദ്ദേശിച്ച ആ 2 സാക്ഷികൾ മറ്റാരുമല്ല,
ജയപാലന്റെ തോട്ടത്തിൽ പണി ചെയ്യുന്ന ശിവരാമേട്ടൻ ഉണ്ടല്ലോ, ആ ശിവരാമേട്ടനും മറ്റൊന്ന് ബാങ്ക് മാനേജറാണ്. അച്ഛൻ്റെ ബാങ്ക് ട്രാൻസാക്ഷൻ ഒക്കെ നടന്ന ആ ബാങ്കിന്റെ മാനേജർ ഉണ്ടല്ലോ, ആ മാനേജർ അരവിന്ദൻ അച്ഛൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണെന്നൊക്കെ പറഞ്ഞിരുന്നു. അരവിന്ദൻ സമ്പാദിച്ചത് അരവിന്ദന്റെ മക്കൾക്ക് വേണ്ടിയാണ്, അല്ലാതെ ജയപാലനെ വളർത്താനല്ല. കാവേരിയുടെ കൂടെ ഞാൻ ഉണ്ടാവും, ഞാൻ സപ്പോർട്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ ആ ബാങ്ക് മാനേജർ. അയാളെയുമാണ് കാവേരി സാക്ഷി പറയാനായിട്ട് വിളിച്ചിരിക്കുന്നത്. നോക്കുമ്പോൾ രണ്ടുപേരെയും കാണുന്നില്ല. അങ്ങനെ കുറേ നേരം വെയിറ്റ് ചെയ്യുന്നുണ്ട്, സാക്ഷികളൊന്നും വരുന്നില്ല. അവസാനം ജയപാലൻ പറയാണ്, മാഡം ഇവളെ ഒന്നും വിശ്വസിക്കാൻ കൊള്ളില്ല. ഇവളുടെ ഓരോ വാക്കും കേട്ട് ഇവളുടെ പിന്നാലെ നടന്നു കഴിഞ്ഞാൽ മാഡത്തിന് വേറെ പണിയില്ലാത്തതുകൊണ്ടാണെന്ന് എല്ലാവരും വിചാരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, എന്നെ ഇനി ഈ കാര്യം ഒന്നും പറഞ്ഞ് മെനക്കെടുത്തല്ലേ, എനിക്ക് എൻ്റെ മോളുടെ കല്യാണത്തിരക്കൊക്കെ ഉള്ളതാന്നൊക്കെ പറഞ്ഞ് ജയപാലൻ അവിടെ നിന്ന് പോവാണ് കേട്ടോ. അങ്ങനെ എന്താ കാവേരി ഇത്, വരാന്ന് പറഞ്ഞ സാക്ഷികളൊക്കെ എവിടെയെന്ന് ഇൻസ്പെക്ടർ ചോദിക്കുമ്പോൾ, അറിയില്ല മാഡം, അവർ വരാന്ന് എന്നോട് വാക്ക് പറഞ്ഞതാണ്, ഇപ്പം എന്ത് പറ്റിയതാണെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞ് കാവേരി കരയാണ്. അങ്ങനെ ഒന്നും നടക്കാതെ വരുമ്പോൾ കാവേരി വീട്ടിൽ പോയി പൊട്ടി കരയാണ് കേട്ടോ. സാക്ഷികൾ രണ്ടുപേരെയും ഈ ജയപാലൻ വിലക്കെടുത്തിരിക്കുകയാണ്. മാത്രമല്ല അച്ഛൻ്റെ ഡയറിയും അച്ഛൻ്റെ ഫോണും എല്ലാം ഇയാൾ അടിച്ചു മാറ്റിയതാണ് കേട്ടോ. അങ്ങനെ കാവേരി ഒന്നും നടക്കുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് പൊട്ടി കരയുമ്പോൾ അമ്മയും ഗംഗയൊക്കെ കാവേരിയോട് പറയാണ്, അതാണ് ഞങ്ങൾ പറഞ്ഞത്, ഒന്നും നടക്കില്ല കാവേരി, നീ പറയുന്നത് പോലെ ഇതൊന്നും എളുപ്പത്തിൽ നടക്കുന്ന കാര്യമല്ല, ആ ജയപാലൻ ചില്ലറക്കാരനൊന്നും അല്ലാന്ന് ഞാൻ അപ്പോഴേ നിന്നോട് പറഞ്ഞതല്ലേ, അതുകൊണ്ട് നീ ഞങ്ങൾ പറയുന്ന ഒന്ന് കേക്ക്, നമുക്ക് തിരുവനന്തപുരത്തേക്ക് മാറി താമസിക്കാം, ഈ നാടും ഈ വീടും എല്ലാം വിട്ട് നമുക്ക് പോവാം എന്നൊക്കെ ഗംഗ പറയുമ്പോൾ, തിരുവനന്തപുരമോ എന്ന് പറഞ്ഞ് ഞെട്ടുകയാണ് കാവേരി. കാവേരി അപ്പോഴാണ് ആദ്യമായിട്ട് ഇവരുടെ പ്ലാനിനെ കുറിച്ച് അറിയുന്നത്. അങ്ങനെ അമ്മ കാവേരിയോട് പറയാണ്, നീളമോളുടെ ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റിനും ഒക്കെ ആയിട്ട് എന്തായാലും നമുക്ക് തിരുവനന്തപുരത്തേക്ക് പോകേണ്ടി വരില്ലേ, എന്നാൽ പിന്നെ അവിടെ നമുക്ക് സ്ഥിരതാമസം ആക്കിയേക്കാം, ഈ നാട്ടിൽ വന്നിട്ട് ഈ നാട്ടിൽ നമുക്ക് എന്താ ഉള്ളത്, ഇവിടെ വരാൻ നമുക്ക് എന്തെങ്കിലും ഒരു കാരണമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇവരിത്രയും ഈ കാരണമുണ്ടോ, ഈ നാട്ടിൽ നിൽക്കേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ ചോദിക്കുമ്പോഴൊക്കെയും ഇവിടെയാണ് വിനീതിൻ്റെ സ്വന്തം അമ്മയുള്ളത് എന്നുള്ള കാര്യം മറന്നു പോവുകയാണ്. അങ്ങനെ ഗംഗയും അമ്മയൊക്കെ തിരുവനന്തപുരത്ത് പോയി സെറ്റിൽ ആവാനായിട്ട് മൈൻഡ് പ്രിപ്പയർഡ് ആയിട്ട് ഇരിക്കുകയാണ്. അപ്പോൾ വിനീതിന് മാത്രം മനസ്സ് വരുന്നില്ല. അങ്ങനെ വിനീത് പോണോ വേണ്ടേ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് പോകണം, പോയേ പറ്റൂ, ഇല്ലെങ്കിൽ ഞങ്ങളെല്ലാവരും പോവും, വിനീതേട്ടൻ വരികയാണെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ ഗംഗ പറയുന്നതുകൊണ്ട് വിനീതും ഇങ്ങനെ ആലോചിക്കുകയാണ്. അവിടെ പോയ ബിസിനസ്സും കാര്യങ്ങളൊക്കെ തരാമെന്ന് പള്ളിയിലച്ഛൻ പറഞ്ഞിരുന്നല്ലോ, അതൊക്കെ ആലോചിക്കുകയാണ്. ഇവിടെ ഇരിക്കുന്നതിനേക്കാൾ കുറച്ചുകൂടെ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അവിടെ പോണതല്ലേ നല്ലത് എന്നുള്ള തീരുമാനത്തിലേക്ക് വിനീതേട്ടൻ എത്തുകയാണ്. മാത്രമല്ല ഗംഗയും ഫാമിലിയും എല്ലാവരും കൂടെ വരികയാണെങ്കിൽ പിന്നെന്താ പ്രശ്നം. അപ്പോൾ വിനീതേട്ടൻ നേരെ സുജാത അമ്മായിയോട് പോയി അനുവാദം ചോദിക്കുന്നൊക്കെ ഉണ്ട്. അങ്ങനെ അവിടെ നിന്ന് അനുവാദമൊക്കെ വാങ്ങിയ ശേഷം എല്ലാവരും കൂടെ തിരുവനന്തപുരത്തേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ആദ്യമൊക്കെ കാവേരിക്ക് വിഷമമുണ്ടെങ്കിലും പിന്നീട് കാവേരി ആലോചിക്കുകയാണ്, ശരിയാണ്, ഈ നിവിൻ്റെ കാര്യത്തിൽ നിന്ന് നിവിനുമായിട്ട് ഒരു അകലം പാലിക്കാൻ അത് സഹായിക്കുമല്ലോ, അങ്ങനെ എന്തായാലും പോവാന്ന് കാവേരി തീരുമാനിക്കുകയാണ്. പക്ഷെ നാട് വിട്ട് പോകുന്നത് കൊണ്ട് ജയപാലനെ വെറുതെ വിടാനൊന്നും പോകുന്നില്ല, അയാളോട് പകരം ചോദിക്കുക തന്നെ ചെയ്യും എന്നൊക്കെ കാവേരി വിചാരിക്കുകയാണ്. മാത്രമല്ല അച്ഛൻ്റെ കാലശേഷം കാവേരി ഈ കുടുംബം നോക്കും എന്നൊക്കെ അച്ഛന് നല്ല വിശ്വാസമായിരുന്നല്ലോ. അച്ഛൻ അത് ബാങ്ക് മാനേജറോട് പറഞ്ഞതായിട്ട് മാനേജർ കാവേരിയോട് പറയുകയൊക്കെ ചെയ്തല്ലോ. അങ്ങനെ അതൊക്കെ കാവേരി ആലോചിക്കുകയാണ്. എനിക്കെൻ്റെ കുടുംബം നോക്കണമെങ്കിൽ ഈ കാട്ടുമുക്കിൽ കിടക്കുന്നതിനേക്കാൾ നല്ലത് തിരുവനന്തപുരം ആണെന്ന് തോന്നിയത് കൊണ്ട് അങ്ങനെ എല്ലാവരും അങ്ങോട്ട് മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇവിടെ വീടൊക്കെ പൂട്ടിയിട്ട് തിരുവനന്തപുരത്തേക്ക് എല്ലാവരും താമസം മാറാൻ പോവുകയാണ് അടുത്ത ആഴ്ച. അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ യമുന കോളേജിൽ പോകുമ്പോൾ വിശാലിനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിശാൽ വലിയ അഹങ്കാരത്തിൽ ഇങ്ങനെ വന്നിട്ട് യമുനയുടെ കൂടെ നടക്കുന്ന യമുനയുടെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, മെയിനായിട്ട് യമുനയെ വഴിതെറ്റിക്കുന്ന ആ ഒരു അദീന എന്ന് പറഞ്ഞ ആ ഫ്രണ്ടിന് ഇൻവിറ്റേഷൻ കാർഡ് കൊടുക്കുകയാണ്. എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്, ഉറപ്പായിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് കൊടുത്തിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. യമുന എന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ വിശാൽ പോയതിന് ശേഷം യമുന ആ ഇൻവിറ്റേഷൻ അദീനയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ച് നോക്കുമ്പോൾ അപ്പോഴാണ് യമുനയ്ക്ക് മനസ്സിലാവുന്നത് രാഗിണിയെ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യൻ നിവിനാണെന്ന്. അങ്ങനെ യമുന ഞെട്ടുന്നു, നിവിനേട്ടനാണോ പയ്യൻ എന്നൊക്കെ പറയുമ്പോൾ അദീന ഉടനെ പറയുന്നുണ്ട്, നീ ഇപ്പം തന്നെ നിവിനേട്ടനെ വിളിച്ച് ചോദിക്കുക എന്ന് പറയുമ്പോൾ യമുന നിവിനെ കോൾ ചെയ്യുകയാണ്. എന്നിട്ട് എനിക്ക് ഇപ്പം തന്നെ കാണണം, ഇപ്പം തന്നെ സംസാരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിവിൻ ഓടി വരികയാണ് യമുനയെ കാണാൻ. എന്നിട്ട് എന്താ യമുനെ, എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇതെന്താ, ഇതിൻ്റെ അർത്ഥം എന്താ നിവിനേട്ടൻ്റെ കല്യാണമാണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നിവിൻ പറയാണ്, അയ്യോ യമുന, സത്യമായിട്ടും നീയെങ്കിലും ഞാൻ പറയുന്നതൊന്നും മനസ്സിലാക്കണം, ഈ കല്യാണം എൻ്റെ സമ്മതത്തോടു കൂടിയല്ല നടക്കുന്നത്, ഞാൻ ഇപ്പോഴും രാഗിണിയെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചിട്ടില്ല, എനിക്കത് ഇഷ്ടമല്ല, എൻ്റെ അച്ഛനും അമ്മയും നിർബന്ധിച്ച് അവരുടെ ഇഷ്ടത്തിന് അവരോരോന്ന് ചെയ്യുന്നതാണ്. പക്ഷേ ഞാൻ ഒരു വാക്ക് യമുനയ്ക്ക് തരാം, ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കില്ല, ഞാൻ എന്തായാലും രാഗിണിയെ വിവാഹം കഴിക്കാൻ പോകുന്നില്ല, അതാലോചിച്ച്
ചോദിച്ച് യമുന പേടിക്കണ്ട, ഈ കാര്യത്തിൽ യമുനയ്ക്ക് ഒരു കൺഫ്യൂഷനും വേണ്ട എന്നൊക്കെ പറഞ്ഞ് വാക്ക് കൊടുത്തിട്ട് നിവിൻ പോവുകയാണ്. അതോടുകൂടി യമുനയ്ക്ക് സമാധാനമാവുന്നു. നിവിനേട്ടൻ എൻ്റെയാണ്, മറ്റാരെയും നിവിനേട്ടൻ വിവാഹം കഴിക്കില്ല, എനിക്ക് ഉറപ്പായി എന്നൊക്കെ യമുന വിചാരിക്കുന്നുണ്ട്. കാവേരിയെ ഉദ്ദേശിച്ചാണ് നിവിൻ യമുനയോട് പറഞ്ഞിട്ട് പോയത് കേട്ടോ. കാവേരിക്ക് ധൈര്യം കൊടുക്കണം, ഇത് ഒന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെയാണ് ഉദ്ദേശിച്ചത്. പക്ഷേ യമുന വേറെ രീതിയിൽ തെറ്റിദ്ധരിക്കുകയാണ്. അങ്ങനെ കൂടെ തന്നെ നിവിനോട് തിരുവനന്തപുരത്തേക്ക് മാറി താമസിക്കാൻ തീരുമാനിച്ച കാര്യം വിനീത് പറയുന്നുണ്ട്. നിവിൻ ആകെ ഷോക്കാവുന്നുണ്ട്. കാവേരിയോടൊക്കെ പോയി കാര്യം ചോദിക്കുമ്പോൾ കാവേരി താല്പര്യമില്ലാത്ത പോലെയൊക്കെ സംസാരിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിവിനെ ഈ കല്യാണത്തിന് നിർബന്ധിച്ചിട്ട് കാര്യമില്ല, നിവിൻ ഒട്ടും സമ്മതിക്കുന്നില്ല എന്ന് കാണുമ്പോൾ അവസാനത്തെ അടവ് കയ്യിലെടുക്കുകയാണ് നമ്മുടെ രാജേശ്വരി കുറേ സ്ലീപ്പിംഗ് പിൽസൊക്കെ കഴിച്ച് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നുണ്ട്. അങ്ങനെ നിന്റെ അമ്മയുടെ ജീവനേക്കാൾ വലുതാണോ നിനക്ക് കാവേരി എന്നൊക്കെ നിവിൻ്റെ അച്ഛൻ ചോദിക്കാൻ പോവാണ്. അങ്ങനെ വേറെ വഴിയില്ലാത്തതുകൊണ്ട് നിവിൻ ഈ കല്യാണത്തിനൊക്കെ നിന്ന് കൊടുക്കാൻ പോവാണ്. പക്ഷേ ലാസ്റ്റ് സെക്കൻഡിൽ കല്യാണം എന്തായാലും മുടങ്ങും. പക്ഷേ ഈ ജയപാലൻ കാവേരിക്ക് പണം കൊടുക്കുകയോ ഇല്ലേന്നാണ് ഒരു രണ്ട് ചാൻസ് ഉള്ളത് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഒന്ന്, കല്യാണത്തിൽ വന്ന് കാവേരി പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാനായിട്ട് ആ കല്യാണം മര്യാദയ്ക്ക് നടക്കാൻ വേണ്ടി മാത്രം ജയപാലൻ തൽക്കാലം പണം കാവേരിക്ക് കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. അതൊരു ചാൻസാണ്. കൂടെ ഈ ജയപാലൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഈ തെളിവുകളൊക്കെ, ഈ ഡയറിയും ഫോണൊക്കെ നിവിൻ ജയപാലൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് കാവേരിക്ക് കൊടുക്കാനും പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജയപാലൻ അവസാനം കാവേരിക്ക് പണം കൊടുക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതല്ലാതെ മറ്റൊരു ചാൻസ് എന്താണെന്ന് ചോദിച്ചാൽ, കാവേരിയുടെ ഈ പ്ലാനൊക്കെ ഫ്ലോപ്പായിട്ട് അവസാനം നിളയുടെ സർജറിക്ക് പണം ഇല്ലാതെ കഷ്ടപ്പെടുമ്പോൾ നരേനുമായിട്ട് ഒരു കോൺട്രാക്ട് മാരേജിന് തയ്യാറായി. അങ്ങനെ നരേൻ്റെ കയ്യിൽ നിന്ന് പണം വാങ്ങിച്ച് ട്രീറ്റ്മെൻറ്റും ഓപ്പറേഷനും എല്ലാം കഴിഞ്ഞ ശേഷം നരേനെ വിവാഹം കഴിക്കാനും ചാൻസ് ഉണ്ട്. എന്തായാലും അടുത്ത ആഴ്ചത്തെ എപ്പിസോഡുകളിൽ നമ്മുടെ നരേനും വരുന്നുണ്ട്. ഇനിയാണ് നരേൻ കഥയിലെ പ്രധാനപ്പെട്ട ഒരു ഹീറോ റോളിലേക്ക് വരുന്നത്. ഇനി നരേനാണ് പ്രധാനപ്പെട്ട കഥാപാത്രം. ഇതുവരെ ഉണ്ടായിരുന്നത് പോലെ ഒരു സൈഡിലല്ല, ഇനിയാണ് ആൾ മെയിനായിട്ട് വരാൻ പോകുന്നത്. അതിൻ്റെ കൂടെ തന്നെ ഒറിജിനൽ കഥയിൽ നിവിൻ്റെ എൻഗേജ്മെൻ്റ് എന്ന് പറഞ്ഞിട്ടൊരു ചെറിയൊരു ട്രാക്ക് വരുന്നുണ്ട്. ആ ട്രാക്ക് ഇവിടെ സ്കിപ്പ് ചെയ്തു എന്ന് തോന്നുന്നു. അതെന്തായാലും നന്നായി. കാരണം നിവിൻ്റെയും കാവേരിയുടെയും ലവ് സ്റ്റോറി തന്നെ ഇവിടെ സ്കിപ്പ് ചെയ്ത സ്ഥിതിക്ക് ആ എൻഗേജ്മെൻറ്റ് ട്രാക്ക് കൊണ്ട് വലിയ ഉപകാരമൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ടായിരിക്കണം ഇവിടെ അത് സ്കിപ്പ് ചെയ്തു. ഡയറക്റ്റായിട്ട് കല്യാണത്തിലേക്കാണ് പോകുന്നത്. ഇനിയിപ്പോൾ 2-3 ദിവസത്തിനൊക്കെ കല്യാണമാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ എന്തായാലും ഇനി 2-3 ദിവസത്തെ കാര്യങ്ങൾ മാത്രമേ എപ്പിസോഡ്സിൽ കാണിക്കുള്ളൂ. അപ്പോഴേക്കും നിവിൻ്റെ കല്യാണക്കാര്യം എന്താകും, കാവേരിയും കുടുംബവും നാട് വിട്ടു പോകുന്ന കാര്യത്തിലും എല്ലാ കാര്യത്തിലും ഒരു തീരുമാനമാകും. അങ്ങനെ കാവേരിയും കുടുംബവും എന്തായാലും ട്രിവാൻഡ്രത്തേക്ക് മാറാൻ പോകുന്നുണ്ട്. അവിടെ പോയി നോക്കുമ്പോൾ അവിടെയും ജയപാലനെയും രാഗിണിയെയും തന്നെ കാണേണ്ടി വരുന്നൊരവസ്ഥ, നിവിൻ അവിടെയും ഇവരെ പിന്തുടർന്ന് വരുന്ന ഒരു അവസ്ഥയൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. കൂടെ ഒരു വലിയ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ, അവിടെ ഇവർക്ക് വരുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യാനും എല്ലാത്തിനും ഒരു ഹെൽപ്പൊക്കെ ആയിട്ട് നരേൻ ഉണ്ടാവും എന്നുള്ളതാണ്. അപ്പോൾ എല്ലാം നമുക്ക് കാത്തിരുന്ന് കാണാം. താങ്ക് യു, ബൈ.